ജോസഫ്, രാജ്യത്ത് നിക്ഷേപം നടത്തുന്നതിന് നിക്ഷേപകരെല്ലാം ആശങ്കപ്പെട്ട് നിൽക്കുന്നൊരു സാഹചര്യമുണ്ടായി ഈ അടുത്ത കാലത്ത്. ആഗോള സാമ്പത്തിക സാഹചര്യങ്ങളും ആഭ്യന്തര സാമ്പത്തിക സാഹചര്യങ്ങളും എല്ലാം തന്നെ അതിന് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തു. ഈ ഓഹരി വിപണികളുടെ ഒരു പ്രതികരണം, ഒപ്പം വിദേശ നിക്ഷേപകർ ഇന്ത്യയിൽ നിക്ഷേപിക്കാനുള്ളൊരു താല്പര്യം, ഇതൊക്കെ കൂട്ടുന്ന രീതിയിലുള്ള എന്തെല്ലാം നിർദ്ദേശങ്ങൾ ഈ ബജറ്റിൽ പ്രതീക്ഷിക്കാം? ഈ ഡീമോണിറ്റൈസേഷൻ കഴിഞ്ഞു വരുന്ന ബജറ്റിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ധനമന്ത്രി ഒരു പ്രതിസന്ധിയിലാണ് എന്ന് ഞാൻ പറയും. കാരണം ഡീമോണിറ്റൈസേഷൻ നടത്തിയ സമയത്ത് ധനമന്ത്രിയും പ്രധാനമന്ത്രിയും പറഞ്ഞത് ഇത് താൽക്കാലികമായ ഇടപാടാണ്, 3 മാസത്തേക്ക് ക്ഷമിച്ചാൽ മതി എന്നുള്ളതാണ്. എന്നാൽ ഈ ബജറ്റിൽ രാജ്യത്ത് കൂടുതൽ ഉപഭോഗം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതൊക്കെ നടപടികൾ എടുക്കുന്നുണ്ടോ, അതായത് ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഡയറക്റ്റ് ടാക്സിൽ ഇളവ് പലതും കൊണ്ടുവരുമെന്നുള്ളതാണ്. ഇൻകം ടാക്സ് സ്ലാബ് മാറും, അല്ലെങ്കിൽ അതിൻ്റെ അലോക്കേഷൻ മാറും. ഇങ്ങനെയുള്ള പല നടപടികളും മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ നടപടികളിലേക്ക് ധനമന്ത്രി കടന്നാൽ പരോക്ഷമായിട്ട് അദ്ദേഹം സമ്മതിക്കുകയാണ് ഡീമോണിറ്റൈസേഷൻ്റെ എഫക്റ്റ് 3 മാസം കൊണ്ട് തീരുന്നതല്ല. എക്കോണമി നന്നായിട്ട് മുന്നേറണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇളവുകൾ ജനത്തിന് കൊടുക്കണം. ഈ ഇളവുകൾ വഴി കൂടുതൽ സ്പെൻഡ് ചെയ്യാനായിട്ട് ആൾക്കാർ തയ്യാറാകണം. അപ്പോൾ അങ്ങനെയൊരു അവസ്ഥയാണുള്ളത്. ധനക്കമ്മി ഇപ്രാവശ്യം 3.5% എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ അടുത്ത വർഷത്തെ എത്രയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്? GDP-യുടെ 3% അതോ 3.3% ആയിരിക്കുമോ എന്ന് മാർക്കറ്റ് പ്രധാനമായിട്ടും നോക്കും. ശ്രീ P. ശ്രീധരൻപിള്ള, GDP-യുടെ 3%-ലേക്ക് ധനക്കമ്മി കുറച്ചു കൊണ്ടുവരുന്നൊരു ലക്ഷ്യമുണ്ട്. അത് സാക്ഷാത്കരിക്കാനുള്ള നിർദ്ദേശമുണ്ടാവും? അല്ല, ഇത് 2004 നമ്മുടെ ഈ ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് എന്ന് പറഞ്ഞിട്ട് ആക്ട് കൊണ്ടുവന്നിട്ട് പിന്നെ റവന്യൂ കമ്മി 0-യും മറ്റേ 3% ഒതുക്കണമെന്നുമാണ് നിശ്ചയിച്ച്. അതിന് ഉള്ള ആ നിയമപ്രകാരം തന്നെ 0.5 വീതം ഓരോ കൊല്ലവും കുറച്ച് 2004 മുതൽ ചെയ്യണമെന്നാണ് പറഞ്ഞത്. പക്ഷെ നേരെ അതിൻ്റെ എതിർ ദിശയിലാണ് നമ്മൾ പോയത്. ആ 0.5 വീതം കുറയ്ക്കുന്നതിന് പകരം 3.5-ൽ എത്തി നിൽക്കുന്നു പറഞ്ഞില്ലേ. അത് അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ ഒരിക്കൽ വളരെ ഗൗരവമായിട്ട് പറഞ്ഞു, ഈ നിയമം പാസ്സാക്കിയിട്ട് നമ്മൾ നടപ്പാക്കാത്തതാണ്, അതുകൊണ്ട് അത് വേണം എന്ന് ട്രിവാൻഡ്രത്ത് അദ്ദേഹം ഒരു 6 മാസം മുമ്പ് അദ്ദേഹം വന്ന അവസരത്തിൽ ധനമന്ത്രി പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ 3%-ൽ ഒതുക്കി നിർത്താനായിട്ടുള്ള ശ്രമമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ വലിയ ശുഭപ്രതീക്ഷയാണ് എനിക്കുള്ളത്. ബജറ്റ് ചർച്ച തുടരും ഒരിടവേളയ്ക്ക് ശേഷം.